നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം, അതായത് ആര്യന് കൊടുത്തിട്ടുള്ള സീക്രട്ട് ടാസ്ക് എന്താണ് എന്നുള്ള ഒരു വിഷയം അതാണ്. രണ്ടാമത്തെ വിഷയം, ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നായകൻ ഓർ നായിക, വില്ലൻ ആൻഡ് ദി ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ്, ഇങ്ങനെ 3 റോള് ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുത്ത സമയത്ത് ഞാനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ ഞാൻ ആ വീഡിയോയിൽ പറയാൻ വിട്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ ആ വീഡിയോ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. ആ വീഡിയോ ക്ലിപ്പ് സഹിതം ഒന്ന് കാര്യങ്ങൾ പറയാം. കാരണം വെച്ചാൽ ലക്ഷ്മി അനീഷിനെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. ലക്ഷ്മി അനീഷിനെ പറ്റി പറഞ്ഞു. എന്തുകൊണ്ട് ലക്ഷ്മി അത് പറഞ്ഞു? ലക്ഷ്മി എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ ഈടായിട്ടുള്ള ലക്ഷ്മിയുടെ ചേഞ്ചും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടിട്ടാണോ ലക്ഷ്മി പറഞ്ഞതെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ലക്ഷ്മി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടോപ്പിക്ക് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ കാരണം. അപ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്ക് സംസാരിക്കാം. ആ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ ആര്യൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റ് എന്നുള്ള കണ്ടീഷനിൽ എന്താണ് ആര്യന് കൊടുത്തിട്ടുള്ള സീക്രട്ട് ടാസ്ക് എന്നുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് തന്നെ നൂറ, അതേമാതിരി ബിന്നി, പിന്നെ നെവിൻ, ഇങ്ങനത്തെ കുറച്ച് പേരൊക്കെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയുണ്ടായി. അപ്പോൾ നൂറയെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു കഴിഞ്ഞിട്ട് നൂറയോട് ചോദിക്കുന്നു എന്തൊക്കെ വിശേഷങ്ങൾ എന്ന് ചോദിക്കുന്നു. ഫാമിലീനെ പറ്റി ചോദിക്കുന്നു. നൂറ ഭയങ്കര ഇമോഷണലായിട്ട് കരയുന്നു. നൂറ സിബ്ലിങ്സിനെ കാണാൻ താല്പര്യമുണ്ട്, ഉമ്മയും ഉപ്പയൊന്നും വിടാൻ ചാൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നൂറ ഭയങ്കര ഇമോഷണലായിട്ട് കരയുന്ന സിറ്റുവേഷനുണ്ട്. ബിഗ് ബോസ് പറയുന്നുണ്ട് എന്തെങ്കിലും, അതായത് ആ ഒരു ഇത് പെട്ടെന്ന് കണ്ട ആൾക്കാർക്ക് തോന്നിപ്പോവും നൂറയ്ക്ക് എന്തൊക്കെയോ ഫേവർ ചെയ്തു കൊടുക്കുകയാണോ അല്ലെങ്കിൽ ഇതാണോ. പക്ഷെ അതല്ല. സത്യം പറഞ്ഞാൽ ആര്യന് കൊടുക്കുന്ന സീക്രട്ട് ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ് ബിഗ് ബോസ് ഇവരെല്ലാം വിളിച്ചു വരുത്തുന്നത് കൺഫെഷൻ റൂമിൽ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരെ വിളിച്ചു വരുത്തുന്നു. നെവിനെ വിളിച്ചു വരുത്തുന്നു, ബിന്നി ഒക്കെ ഇവരൊക്കെ വിളിക്കുന്നുണ്ട്. കൂട്ടത്തിലാണ് ആര്യനെയും കൂടി കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ബിഗ് ബോസ് സീക്രട്ട് ടാസ്കിന് വേണ്ടി വിളിക്കുന്നത്. എന്നിട്ട് ആര്യനോട് പറയുന്നുണ്ട് മറ്റുള്ളവരെയൊക്കെ വിളിച്ചു വരുത്തുന്നത് ഈ ഒരു സീക്രട്ട് ടാസ്കിൻ്റെ കാര്യം എല്ലാവരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ആണ് ഇതിപ്പോൾ പുറത്താരും പറയാൻ പാടില്ല. ഇൻ കേസ് ഇതെങ്ങാനും പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ തടിയൂരും, നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആര്യന് സംശയമുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ബിഗ് ബോസിനെ ട്രസ്റ്റ് ചെയ്യുന്നു. കാരണം വെച്ചാൽ പിന്നെ ബിന്നിനോട് വരാൻ പറയുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് ബിന്നീനെ എന്തിനാണ് വിളിച്ചത്, ബിന്നി ഇതിൽ ഭാഗമാവുന്നുണ്ട്. അപ്പോൾ എന്താണ് സീക്രട്ട് ടാസ്ക് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ആര്യനെ സീക്രട്ട് റൂമിൽ മറ്റേ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് പറയുന്നത് വെച്ചാൽ സീക്രട്ട് ടാസ്കിൽ ആര്യന് ഇതുവരെ കഴിഞ്ഞ BB ഡാൻസ് മാരത്തോണിൽ ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് കിട്ടിയത് കൊണ്ടാണ് വിളിച്ചതെന്ന് പറയുന്നുണ്ട്. ഇവിടെ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നൊരു കേസാണ്. ആര്യൻ സത്യം പറയാലോ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ നല്ല രീതിയിൽ കളിക്കാൻ കഴിവുള്ളൊരു ചെറുപ്പക്കാരനാണ്. ജിസേലാണെന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് കളിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോകാൻ താല്പര്യമുള്ള ഒരു ടീമാണ്. എന്തോ അവരെ വെച്ചിട്ട് ബിഗ് ബോസ് ഉദ്ദേശിച്ച കോംബോ വർക്കൗട്ടായില്ല, അല്ലെങ്കിൽ അവരുദ്ദേശിച്ചിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ വന്നില്ല. അവർ ആ കോംബോ പിടിച്ച സിറ്റുവേഷൻ പാവാട വള്ളി ഒരു അടിമക്കണ്ണൻ വേർഷനായിരുന്നു ആര്യൻ്റെ. അത് ഒരിക്കലും ഒരു നല്ലതായിരുന്നില്ല ആ പയ്യന്. സത്യം പറഞ്ഞാൽ അവൻ തുടക്കം തൊട്ടേ ഇപ്പോൾ പോക്ക് പോവുകയാണെങ്കിൽ ഇതിലേറെ മുകളിൽ എത്താമായിരുന്നു ഈ സമയം കൊണ്ട്. ഇനി സമയം വൈകിട്ടില്ല. ആര്യൻ ടോപ്പ് 5ലേക്ക് ഉണ്ടാവുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ ബിഗ് ബോസ് ഇന്നിപ്പോൾ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ആര്യന് ഭക്ഷണം കഴിക്കാനുള്ളൊരു സംഭവമാണ്. എന്താണെന്നറിയോ? ഫോൺ കൊടുത്തിട്ട് ബിഗ് ബോസ് ഇൻസ്ട്രക്ഷൻസ് സമയാസമയങ്ങളിൽ ആര്യനെ വിളിച്ചറിയിക്കും. ബിഗ് ബോസ് ഹൗസിന് അകത്ത് പല സ്ഥലങ്ങളിലും ഭക്ഷണം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ആര്യനെടുത്ത് തിന്നിട്ട് സുന്ദരക്കുട്ടനായിട്ട് തടിച്ച് കൊഴുത്ത് നല്ല മോനായിട്ട് നടക്കുക എന്നാണോ ബിഗ് ബോസ് ഉദ്ദേശിച്ചത്? അല്ല, 7ൻ്റെ പണി അതിലുണ്ടായിരിക്കും. എന്തായാലും കോള് വരുന്ന സമയത്ത് അറിയിപ്പ് വരുമ്പോൾ ഫുഡ് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. അതെടുത്ത് കഴിക്കണം എന്ന് പറഞ്ഞാൽ ഫുഡ് അവിടെ കണ്ടുപോയി നേരെ എടുത്ത് കഴിക്കുകയല്ല വേണ്ടത്. ആ കിട്ടിയ സ്ഥലത്തു നിന്നോ ബാത്റൂമിൽ നിന്നോ ഡ്രസ്സിങ് ഏരിയയിൽ നിന്നോ ഭക്ഷണം കഴിക്കാൻ പാടില്ല. പബ്ലിക്കായിട്ട് ഏരിയയിൽ വെച്ചിട്ട് വേറെ ആരും കാണാത്ത രീതിയിൽ ഭക്ഷണം കഴിക്കണം. തുറന്ന സ്ഥലങ്ങളിൽ കഴിക്കണം. വലിയൊരു വെല്ലുവിളിയാണ്. ഓക്കെ, ഇതിൽ ഇപ്പോൾ ആര്യൻ മാത്രമേ ഉള്ളൂ. സ്ലോലി ആര്യന് കുറച്ച് സഹായികൾ വന്നു ചേരും. ആ സമയത്ത് ആര്യനോട് പറയുമോ എന്നുള്ളത് അറിയില്ല. സാധാരണ കണ്ടീഷൻ സീക്രട്ട് ടാസ്ക് ഒക്കെ കൊടുക്കുന്ന സമയത്ത് പിന്നീട് അങ്ങോട്ട് അറിയുക ചെയ്യുക ഇവനാണ് സഹായി മറ്റവനാണെന്നുള്ളത്. എനിക്കൊന്നും ഈ കള്ളൻ, കില്ലിങ്, മർഡർ അങ്ങനത്തെ സാധനമൊക്കെ വരാറ്. പക്ഷേ ഈ ഭക്ഷണം കഴിച്ച് തടിപ്പിക്കുന്ന ടാസ്ക് കൊടുത്ത സ്ഥിതിക്ക് എന്താ അതിൻ്റെ പരിപാടി അറിയില്ല. അപ്പോൾ പിന്നെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ള എല്ലാവരോടും അതുകൊണ്ട് സംശയം തോന്നണ്ടായിരുന്നു. പക്ഷേ ആര്യനിങ്ങനെ ചെറിയ ഡൗട്ടുണ്ട് ബിഗ് ബോസിന് വീണ്ടും. കാരണം 7ൻ്റെ പണിയാണല്ലോ. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞിട്ട് എന്നെ സംശയിക്കേണ്ട ആര്യൻ എന്ന് പറഞ്ഞിട്ട് ആര്യനെ അവിടുന്ന് പുറത്തേക്ക് വിടുന്നു. അങ്ങനെ ആര്യൻ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതാണ് അപ്ഡേറ്റ്, ലൈവ് അപ്ഡേറ്റ്. ആര്യൻ അങ്ങനെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യില്ല. ടാസ്ക് ആര്യൻ തുടങ്ങുന്നു. അവിടെ ഭക്ഷണം കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി രാവിലത്തെ ആക്ടിവിറ്റി, മോർണിംഗ് ആക്ടിവിറ്റിയിൽ ലക്ഷ്മി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഞാൻ പ്ലേ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് റെലവൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്.
പിന്നെ ഇപ്പോൾ ലക്ഷ്മി അതിന് ശേഷം അനീഷിൻ്റെ കൂടെ ഇരുന്ന് കുറേ സംസാരിക്കുന്നതൊക്കെ കണ്ടു. ദയവ് ഇത് ഞാൻ പറയേണ്ടതായിരുന്നില്ല. അർഹതപ്പെട്ടവർക്ക് വോട്ട് കൊടുക്കുക, അത്ര മാത്രമേ പറയാനുള്ളൂ. കാരണം വെച്ചാൽ ഈ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് നടത്തുന്ന ഒരു തരം പൊളിറ്റിക്കൽ ഡ്രാമയാണോ, രാഷ്ട്രീയക്കാർ ചെയ്യുന്ന ഡ്രാമയാണോ ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് വന്നെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ലക്ഷ്മി പറഞ്ഞത് കാര്യമായതുകൊണ്ട് നമുക്കത് സംസാരിക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് കുറച്ച് പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ വല്ലാതെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. നോക്കൂ, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ഞാൻ റിവ്യൂ ചെയ്യുന്നത് കഴിയുന്നത് നിഷ്പക്ഷമായിട്ടാണ് പോകുന്നത്. പക്ഷേ ആസ് എ ഹ്യൂമൻ ബീയിങ് ഞാൻ ഈ ഷോ കാണുന്ന സമയത്ത് എനിക്കിപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പ്രകാരം ബിഗ് ബോസ് ഹൗസിൽ കുറച്ച് കൂടുതൽ എനിക്ക് ഇഷ്ടം തോന്നുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ഇപ്പോൾ നിന്ന് പോകുന്ന രീതിയിൽ പോകുന്നത് അനീഷാണ്. അനീഷ് തുടക്കം തൊട്ടേ എനിക്ക് അനീഷിനെ ഇഷ്ടമായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ അയാളുടെ ഇറിറ്റേറ്റിംഗ് ബിഹേവിയർ പറഞ്ഞിരുന്നു. നമ്മൾ ആരെയും ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചൊരു ഇൻക്ലിനേഷൻ ഇപ്പോൾ അനീഷിനോട് തോന്നുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ വാക്കുകളിൽ വന്നു എന്ന് വരാം. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഞാൻ വീണ്ടും ബിഗ് ബോസ് ലൈവ് കാണുമ്പോൾ അനീഷിൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും മറ്റേ രീതിയിലുള്ള സംസാരവും പ്രശ്നങ്ങളും അനീഷിനെ എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് കണ്ടതെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനപ്പോൾ തിരിച്ച് പറഞ്ഞിരിക്കും കേട്ടോ. അതിൽ യാതൊരുവിധ സംശയമില്ല. ഞാൻ ഈ ഒരു ലെവലിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. പക്ഷേ തൽക്കാലം ഇപ്പോൾ അയാളെ ക്രിട്ടിസൈസ് ചെയ്യത്തക്ക രീതിയിൽ, അയാളെ വളരെ മോശമാക്കി ചിത്രീകരിക്കത്ത രീതിയിൽ അനീഷിൻ്റെ ഭാഗത്തുനിന്നൊന്നും കാണുന്നില്ല എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ആരോടും പേഴ്സണൽ ഗ്രഡ്ജോ ദേഷ്യമോ ഒന്നുമില്ല. അത് മനസ്സിലാക്കുക. ഷാനവാസിനെ നമ്മൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെ അറിയോ, ഞാൻ ഒരു കാരണവശാലും എനിക്ക് അയാൾ ഇഷ്ടപ്പെട്ടില്ല, നശിക്കുന്നത് അതല്ല. നമ്മൾ ഓരോരുത്തരെ പ്രതീക്ഷ വയ്ക്കും. ഇവർ പ്രതീക്ഷയ്ക്കത്ത് ഉയരാത്ത സമയത്ത് എനിക്ക് എന്നോട് തന്നെ തോന്നിപ്പോയി, എന്തിന് അങ്ങയുടെ ഇവനൊക്കെ കയറി. അപ്പോൾ ആ ഒരു നിന്നാണ് ഞാൻ പലപ്പോഴും ഈ ഒരു രീതിയിൽ നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസിനെ അഗെയിൻ സംസാരിച്ച് പോകുന്നത്. അല്ലാണ്ട് നമുക്ക് ആരും നമ്മളെ ദേഷ്യം ആരോടും ഇല്ല. ഞാൻ ആരോടും കണക്റ്റഡും അല്ല, നമുക്ക് കണക്ഷൻസും ഇല്ല. നമുക്ക് അങ്ങനത്തെ ഒരു പരിപാടിയില്ല. നമ്മൾ ബിഗ് ബോസ് ഷോ കാണുന്നു, അതിൽ കണ്ട സംഗതികൾ പറയുന്നു. പിന്നെ എല്ലാത്തിനും ഞാൻ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. അതാണ് ഞാൻ ഇന്നലെ ഷാനവാസിൻ്റെ കേസ് പറഞ്ഞപ്പോൾ എനിക്കൊരാൾ മെസ്സേജ് അയച്ചു, മുള്ളക്കൊല്ലി വേലായുധനായിട്ടുള്ള ഷാനവാസ്. ഞാൻ പറഞ്ഞു, എനിക്ക് മുള്ളക്കൊല്ലി വേലായുധനായിട്ട് ഷാനവാസിനെ ഒന്നും എനിക്ക് ഷാനവാസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല. വെറുതെ കോമാളിക്കളിയും കളിച്ച് നടക്കുന്ന ഒരു ഷാനവാസ് മുള്ളംകൊല്ലിയായിട്ട് നടക്കുക എന്ന് പറയുമ്പോൾ എനിക്കത് പറ്റില്ല. എനിക്ക് ഷാനവാസിൽ ആ ഒരു ക്യാരക്ടർ, അത്രയും നല്ലൊരു ക്യാരക്ടർ കിട്ടിയാൽ പെർഫോം ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഷാനവാസിനെ നമ്മളെ നാട്ടുകാരെന്നുള്ളൊരു കണ്ടീഷനിൽ പ്രത്യേകിച്ച് സീരിയലൊക്കെ കണ്ടിട്ട് ആ ഒരു അത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ കിട്ടിയിട്ട് അല്ലാണ്ട് അപ്പോൾ അതിനാരോടും ദേഷ്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. രാവിലെ ലക്ഷ്മി പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഈ വീട്ടിൽ ഞാനൊരു നായകനായിട്ട് കണക്കാക്കുന്നത് മിസ്റ്റർ അനീഷിനെയാണ്. അനീഷ് പുറമെ എന്താണോ അത് തന്നെയാണ് ഇവിടെ നിന്ന് പറയുന്നുണ്ട്. പക്ഷെ അല്ലാതുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും ഒത്തിരി കാര്യങ്ങൾ ആള് ജഡ്ജ്മെന്റ് ചെയ്യുന്നത് ചില സമയത്ത് തെറ്റിയാലും മാക്സിമം നീതി പുലർത്തിയിട്ടാണ് അനീഷ് ഈ വീട്ടിൽ നിൽക്കുന്നത്. അനീഷ് ചെയ്യുന്ന ചില കാര്യങ്ങൾ പൊരുത്തക്കേടുണ്ടെങ്കിൽ പോലും, അതായത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, അത് ചിലപ്പോൾ അനീഷിന് സൗണ്ട് അധികം ഇല്ല, അതുകൊണ്ട് അത് എല്ലാവരും അത് കേൾക്കുന്നത് നന്നായിട്ട് കേൾക്കാനായിരിക്കും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അനീഷിന് സൗണ്ടൊക്കെ ഉണ്ട്, സൗണ്ട് ഇല്ലാത്ത കുഴപ്പമൊന്നുമില്ല. അനീഷിന് അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട്. ലക്ഷ്മി ഇങ്ങനെ വല്ല വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് പറയുന്ന ലക്ഷ്മിയെ ഞാൻ കാണുന്നു. എനിക്ക് സംശയം തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും കേട്ടോ. പക്ഷെ പറഞ്ഞതിൽ വാസ്തവമുണ്ട് കേട്ടോ. പക്ഷേ പറഞ്ഞത് ലക്ഷ്മി ആയതുകൊണ്ട്, ലക്ഷ്മിയുടെ സ്വഭാവം ഇതായതുകൊണ്ട്, പ്രത്യേകിച്ച് മറ്റേ കമ്മ്യൂണിറ്റീനെ തീരെ പറ്റില്ല, ഞാൻ നോർമലൈസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ നേരം അവരൊരു ഒട്ടിക്കൊണ്ടായിരിക്കുന്നത്. പിന്നെ ആ ഒരു കമ്മ്യൂണിറ്റീനോട് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള വീട്ടിൽ കയറ്റി എൻ്റെ കുട്ടി കാണും എന്ന് പറഞ്ഞിട്ടുള്ള അതേ ലക്ഷ്മിയാണ് നെവിനെ മടിയിലിരുത്തിയിട്ട്, നെവിൻ എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ, നെവിനെ മടിയിലിരുത്തിയിട്ട് തല ഒഴിഞ്ഞു കൊടുക്കുന്നു. എൻ്റെ മോൻ്റെ പോലെയാണെന്നൊക്കെ പറയുന്നുണ്ട്, മോൻ്റെ മുടി പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് തല ഒഴിഞ്ഞു കൊടുക്കുക, അവനോട് ക്ലോസ് ആവുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടറുള്ളൊരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് കുറിച്ചുള്ള തെറ്റിദ്ധാരണ, അനീഷിന് ഉള്ള നോളജ് വെച്ചിട്ട് അനീഷ് ഏതെങ്കിലും ഒരു ധാരണയിലോട്ട് എത്തിച്ചേരും. പക്ഷെ അതല്ല എന്നുള്ളത് സമാധാനമായിട്ടിരുന്ന് സംസാരിച്ചാൽ മനസ്സിലാക്കും. പക്ഷെ ആരും അതിനുള്ളൊരു സമയം അനീഷിന് കൊടുക്കാതെ കൂട്ടമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു പോയിന്റാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ തുടക്കം തൊട്ടേ പറയുന്നൊരു കാര്യം, അനീഷിനെ മാത്രം ആരും കേൾക്കില്ല. അനീഷ് പറയുന്നത് ഒരാൾക്കും കേൾക്കാൻ വയ്യ. അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അനീഷ് പറയുന്നത് പോയിൻ്റ് ആയിരിക്കും. അത് കേട്ട് കഴിഞ്ഞാൽ അനീഷിന് സ്ക്രീൻ സ്പേസ് കിട്ടും, പുറത്ത് സപ്പോർട്ട് കൂടും എന്നുള്ള ഇത് വളരെ കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ടാണ്. ഞാനൊരു വീഡിയോ കൂടി പ്ലേ ചെയ്യും. അഭിലാഷ് പുറത്ത് വന്ന് സംസാരിച്ചിട്ടുള്ളത്, അതിൽ നിന്നും അഭിലാഷും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ അനീഷിന് സപ്പോർട്ട്, ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും പുറത്ത് അനീഷിന് സപ്പോർട്ടുള്ളത്. ആ സപ്പോർട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാതെ അത്തരവസ്ഥയിൽ എന്ത് ചെയ്യുന്നു, അനീഷിന് ഒരു സ്പേസും കൊടുക്കരുത്, അനീഷ് പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയോ ചെയ്യരുത്, ഇവിടുത്തെ ഒരു ക്യാമറകൾക്കും ഒപ്പിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ അത് സംസാരിച്ച് അലമ്പാക്കണം എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഉള്ളിൽ അറിയാം, വളരെ കൃത്യമായിട്ട് അവർക്ക് അറിയാം അനീഷിന്
അനീഷ് പറയുന്നത് കാര്യമാണെന്നല്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്താ, അയാളെ പറയാൻ സമ്മതിക്കരുത്, അയാളെ ആ വാചകം കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കരുത്. വേറെ നമ്മൾ കണ്ടിട്ടുണ്ട് എത്രയോ ടാസ്കുകളിൽ പല ആൾക്കാരും നിന്ന് സംസാരിക്കുന്നത്, പല ആൾക്കാരും ഇങ്ങനെ അവരൊന്നും വിഷയമല്ല, അവരിങ്ങനെ വാദം വരാതെ സംസാരിക്കുമ്പോഴൊന്നും ഒരു വിഷയമല്ല. അനീഷ് എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടിച്ചിരുത്തുക, കോപ്രായം കാണിക്കുക, സൗണ്ട് ഉണ്ടാക്കുക. അത് അറിവില്ലാത്തൊരാൾക്ക് അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഒരു മനുഷ്യനെ മനസ്സിലാക്കി വീട്ടിൽ അംഗമായിട്ട് കൂടെ നിർത്തുക എന്നുള്ളത് ചെയ്യാതെ ആക്രമിക്കുന്ന ഒരു ലെവലിലോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് നായകനായിട്ട് അനീഷ്, അതേപോലെ നായിക എന്നുള്ളൊരു ക്യാരക്ടർ. അപ്പോൾ അനീഷിനെ ആക്രമിക്കുന്നതായിട്ട് ലക്ഷ്മിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ബീങ് എ കണ്ടസ്റ്റന്റ് കേട്ടോ. അപ്പോൾ ഈ സമയത്തൊക്കെ മറ്റുള്ളവരുടെ മുഖമൊക്കെ ഒന്ന് രാത്രി എപ്പിസോഡിൽ കണ്ടുള്ളൂ. ആണെങ്കിൽ വേറെ ആരും ഇല്ല, അനുമോള് തന്നെ ആയിരിക്കും. വരുന്നത് ഓഫ് കോഴ്സ് ഷാനവാസ് തന്നെയാണ്. സൗഹൃദം നടിച്ച് എന്ന് തന്നെ പറയേണ്ടി വരും. സുഹൃത്താണെങ്കിൽ ആ സുഹൃത്തിന്റെ എല്ലാ സൈഡും മനസ്സിലാക്കണം. അനീഷിനെ മനസ്സിലാക്കിയിട്ട് വന്നൊരു സുഹൃത്ത് എന്ന് പറഞ്ഞ് വന്നിട്ട് അങ്ങനെ മനസ്സിലാക്കാതെ കംപ്ലീറ്റ്ലി ആള് അധികമായിട്ടും ഒറ്റപ്പെട്ടായിരുന്നു നിന്നിരുന്നത്. അത് മാറി എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്യാനുള്ളൊരു മൈൻഡിലോട്ട് ഒരു മനുഷ്യന് എത്തിയപ്പോഴത്തേക്കും പിന്നെയും അത് കംപ്ലീറ്റ്ലി ആള് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിലും പിന്നെ അത് കുറച്ചുകൂടെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ അത് വളർത്തി മാറ്റി ഒരു ഫ്രണ്ട്ഷിപ്പ് ആയി പോയി നിങ്ങളുടെ. ഇനി അനീഷ് വേറെ ആരോട്, അനീഷും ഷാനവാസും തമ്മിൽ അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല. ഷാനവാസ് പുറകെ നടന്നത് അനീഷിനെ തളർത്താനാണ്. അതായത് ഒറ്റയാൻ എന്നുള്ള പരിവേഷം ഷാനവാസിന് വേണം എന്നുള്ളത് ഷാനവാസിന് നിർബന്ധമായിരുന്നു. അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, പക്ഷേ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി പൊട്ട സ്ട്രാറ്റജി ആയിപ്പോയി. അതവിടെ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തിരുന്ന വ്യക്തി അനീഷായിരുന്നു. അപ്പോൾ ആ അനീഷിൻ്റെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അല്ല, ആ അനീഷിൻ്റെ ഒറ്റയാൻ സ്ട്രാറ്റജി അവിടെ ഷാനവാസിന് പൊളിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ പറ്റുള്ളൂ. പുറകെ നടന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പുറകെ നടന്ന് ഷാനവാസ് ഇത്ര അധികം ഒരു കാര്യത്തിനും അവൻ പുറകെ നടന്നിട്ടുണ്ടായില്ല, ഒരു മനുഷ്യൻ നടക്കില്ല അത്ര അധികം പുറകെ. അത് അയാളുടെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം. അങ്ങനെ പുറകെ നടന്ന് അനീഷിൻ്റെ ഈ ഒറ്റയ്ക്കുള്ള ഈ സാധനം അതിൻ്റെ ട്രസ്റ്റ് നേടിയെടുത്തു എന്നും പറഞ്ഞിട്ട് പാവ അതിനെ എന്താ പറയുക ഒരു ഗ്രൂപ്പ് പോലെ ആക്കി മാറ്റി ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചു. ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ചീത്തപ്പേരുണ്ടാക്കി കൊടുത്തു എന്ന് തന്നെ പറയാം. പക്ഷേ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് പുറത്തുനിന്ന് കാര്യമായിട്ട് ബി ബി ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും ഇത് കംപ്ലീറ്റ് ഫേക്ക് ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു എന്നുള്ളത്. പിന്നെയും അത് കംപ്ലീറ്റ്ലി ആള് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിലും പിന്നെ അത് കുറച്ചുകൂടെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ അത് വളർത്തി മാറ്റി ഒരു ഫ്രണ്ട്ഷിപ്പ് ആയി പോയി നിങ്ങളുടെ. ഇനി അനീഷ് വേറെ ആരോടെങ്കിലും മിങ്കിൾ ചെയ്യുമോയെന്ന് ഈ വീട്ടിൽ എനിക്ക് ഡൗട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ സത്യമാണ് കേട്ടത്, അത് വളരെ വാലിഡ് പോയിന്റ്. ഒരൊറ്റ കാര്യം കൊണ്ട് അനീഷ് ഇനി ഒരാളോടും അവിടെ മിങ്കിൾ ചെയ്യില്ല. കാരണം വെച്ചാൽ ഓൾറെഡി ഒരു തിക്താനുഭവം ഇവൻ്റെ കയ്യിൽ നിന്ന് ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് നേടിക്കഴിഞ്ഞു. അതിന്റെ ഏറ്റവും വലിയ കാരണക്കാരൻ വില്ലനായ ഷാനവാസ് തന്നെയാണ്. ഷാനവാസിന്റേതായ കാര്യങ്ങൾ ഇടപെട്ടാൽ മതി, അല്ലാതെ ഇവരും പിന്നെ ഭയങ്കര കമ്പനിയാണ് ഷാനവാസും ലക്ഷ്മിയും തമ്മിൽ. അവരും തമ്മിൽ ഭയങ്കര ക്ലോസ് ദോസ്തുക്കളായതുകൊണ്ടേ. പക്ഷേ ഈ പറഞ്ഞ് കറക്റ്റാണ് കേട്ടോ. കാരണം വെച്ചാൽ അത് നമുക്ക് കണ്ടവർക്കറിയാം, ലൈവ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഷാനവാസിനെ ബ്ലൈൻഡായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അതങ്ങനെയാണ് അതില്ല ഭാഗത്തു നിന്ന്. പക്ഷേ ഞാനിപ്പോൾ രണ്ട് സൈഡും കണ്ട് സംസാരിക്കുന്നൊരു സിറ്റുവേഷനിൽ പറയുകയാണ്. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഇതാക്കിയിട്ട് പിന്നെ ഫ്രണ്ടാക്കി മാറ്റി കഴിഞ്ഞാൽ അത് ബിഗ് ബോസാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഞാൻ തുടക്കം തൊട്ടന്നെ പറഞ്ഞിരുന്നത്, ഇതൊന്നും ശരിയല്ല. ഈ ഫ്രണ്ട്ഷിപ്പിന് നടക്കുമ്പോൾ നമുക്ക് തന്നെ സീരിയസ് ആയിട്ട് ഗൗരവമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും. പുറത്തുനിന്ന് റീൽസ് കട്ട് ചെയ്തിടാൻ നല്ല രസമാണ്. ഷനീഷ് കോംബോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പുറത്തിട്ടിരുന്നു. പക്ഷെ അതൊന്നും എവിടെ എത്തില്ല എന്നുള്ള കാര്യം അന്ന് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു. നടിമാരുടെ കാര്യങ്ങളിൽ നടിമാരായിട്ട് ഞാൻ ആദിലയും നൂറയാണ് വെക്കുന്നത്. അതിനകത്ത് ഇടപെടേണ്ട കാര്യം സഹനടി എത്ര പേര് വേണമെങ്കിലും അതിനകത്ത് അവരുടെ കാര്യങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. നേരിട്ടായിട്ട് അനീഷുമായിട്ടുള്ള പ്രശ്നങ്ങൾ സഹനടിയല്ല, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ്. ഓക്കെ, അപ്പൊ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആയിട്ട് ഞാൻ ആദിലയും നൂറയാണ് വെക്കുന്നത്. ഓക്കെ ശരി, ആദില വെക്കാണ്. ആദിലയാണ് ഞാൻ വെക്കുന്നത്. അതിന്റെ കാര്യത്തില് ഷാനവാസ് ഇടപെട അത് സത്യമാണ്. കാരണം വെച്ചാൽ ഷാനവാസും അനീഷ് നമ്മളുടെ പ്രശ്നത്തിൽ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ട് കറക്റ്റായിട്ട് നടക്കുന്ന ആദില തന്നെയാണ്. അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ സ്പേസ് ഷെയർ ചെയ്തുകൊണ്ട് ആ ഒരു സ്ക്രീൻ ഫില്ല് ചെയ്യാൻ നടക്കുന്ന ഒരു വ്യക്തി ഏത് നേരം ഇതിൽ കയറി ഇടപെട്ടിട്ട് അനീഷിനെ ചൊറിയണം തുരത്തണം എന്നുള്ള രീതിയിൽ മാത്രം നടക്കുന്ന ഒരു വ്യക്തി. കാര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലും കൂടെ അനീഷിനെതിരെ തിരിഞ്ഞ ഒരു വ്യക്തിയെ എത്രത്തോളം തകർക്കാമോ, ഒരു ഫ്രണ്ട്ഷിപ്പ് രൂപപ്പെട്ട് മിങ്കിൾ ചെയ്ത് വരുന്ന ഒരു ആളെ പിന്നെയും അടിച്ചമർത്തി താഴ്ത്തുന്നു. സോ നായകൻ അനീഷ്, വില്ലൻ ഷാനവാസ്. ഒരു വ്യക്തിയെ എത്രത്തോളം തകർക്കാവുന്നോ അത്രത്തോളം തകർക്കുന്ന ഒരു പരിപാടിയാണ് ശരിക്കും അവിടെ ആദില കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മളിവൻ അഭിലാഷ് പുറത്തെത്തിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ചെറിയൊരു ബൈറ്റ് ഉണ്ട് കേട്ടോ. അനീഷിനെ കുറിച്ചാണ്. അനീഷിന് ഫാൻസ് ഉണ്ടാവും എന്നുള്ള കാര്യം അകത്ത് നിന്നപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു. അത് ഈ പറയുന്ന അകത്തു നിന്നുള്ള കണക്ഷൻ കിട്ടിയോ അതൊന്നുമല്ല, കണക്ഷനൊന്നും കിട്ടൂല, അത് വേറൊരു ലൈഫാണ്. അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജി വെച്ചിട്ട് എനിക്കൊരു ഇതുണ്ടായിരുന്നു.
അനീഷ് നല്ല പ്ലെയറാണ്. അനീഷിന് പുറത്ത് അത്യാവശ്യം ഓഡിയൻസ് സപ്പോർട്ട് ഉണ്ടായിരിക്കും. അത് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടന്നു. അതിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ അതേ വ്യൂവിൽ തന്നെ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചു. അതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. യെസ്, ദാറ്റ് വാസ് മിസ്റ്റർ അഭിലാഷിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.